ആൾക്കാരിടിക്കും. അപ്പൊ എന്നെ എന്താ ഇപ്പൊ ഒന്നും ചെയ്യാത്ത? എറണാകുളം എടത്തല എന്നൊരു സ്ഥലത്ത് നമ്മൾ NIDക്ക് അടുത്തായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇവിടെ ഇന്നൊരു സംഭവം ചെയ്യുന്ന വെച്ചാൽ എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കാരണം ഇവിടെ നമ്മുടെ എറണാകുളം ഒരു സിറ്റി ഏരിയ ആണെങ്കിലും പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒന്ന് ബീച്ചേട്ടനാണ്, ഒന്ന് മമ്മൂസാണ്. മമ്മൂസ് 14 വയസ്സേ ഉള്ളൂ. മമ്മൂസിന്റെ 14ാമത്തെ വയസ്സിൽ മമ്മൂസിന് ഇപ്പൊ 4 പോത്തുണ്ട്. അത്രത്തോളം ആ ഒരു സഹജീവിയോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കണം മമ്മൂസ് ആ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താണ് അവർ നിങ്ങളോട് വളരെ വിശദമായിട്ട് പറയും. എന്നിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും മമ്മൂസിനും അവന്റെ ബാപ്പാക്കും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഈ മണ്ണ്, ഈ കാണുന്ന പാടം, ഇതൊക്കെ നമുക്ക് അന്യാധീനമായിട്ട് പോണ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമായിരുന്നു. ഞങ്ങൾക്ക് പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പോത്തിനോട് ഭയങ്കര ആഗ്രഹമാണല്ലേ മമ്മൂസെ. പോത്ത്, ആട്, എണക്കോലാത്ത കാളയും പോത്തിനെയൊക്കെ മേടിക്കുക, അതിനെ ഞങ്ങൾ ഇണക്കി വളർത്തുക, ഞങ്ങൾക്ക് അതിനൊക്കെ റിസ്ക് എടുക്കുക. അതൊക്കെ ഇവന്റെ ബാപ്പൊക്കെ എടുക്കും. അത് രാവിലെ ഒരു 5 മണിക്ക് എണിച്ചെങ്കിൽ സുബഹിസ്കരിച്ച് ഇതിന് വെള്ളം കൊടുക്കും. പിന്നെ സ്കൂളിൽ പോയി വന്ന് ഈ 5:30 വരെ ഇനി 5:30ക്ക് ട്യൂഷൻ ഉണ്ട്. അതിന് മുമ്പ് ഇതിന്റെയൊക്കെ അടുത്ത് ഒന്നുകൂടി നോക്കിയിട്ട് ട്യൂഷൻ പോയി വന്ന് പിന്നെ ഒന്നുകൂടി രാത്രി ഒന്നുകൂടി പോയി നോക്കും. അതിന് പിന്നെ ഒന്ന് കുളിച്ച് പഠിക്കും. ഇന്ന് അമ്മ അവനക്ക് ഇച്ചിരി ഭയങ്കര പോത്ത്, ഞങ്ങളുടെ പോത്തൊന്നും അറിയില്ല. ഞങ്ങളുടെ വിറ്റുപോയ പോത്തുകളൊക്കെ പോയി കഴിയുമ്പോ പെരുന്നാളില് ഞങ്ങളുടെ പോത്തുകളൊക്കെ നഷ്ടപ്പെട്ടല്ല, ഞങ്ങള് കൊടുത്തപ്പോ ഞങ്ങൾക്ക് ഒരു പോത്തിനെ വേണമായിരുന്നു. അങ്ങനെ മെട പിടിച്ച ഒരു പോത്തിനെ ഞങ്ങൾ എടുത്താണ്. ഒരു തടയില നിന്ന ഇത് ആ ഇത്താക്ക് വളർത്താനൊന്നും പറ്റാതെ തൊയ്ത്തിന് അയക്കാനേ പറ്റൂലായിരുന്നു. അപ്പൊ ഞങ്ങനെ പോയി ഞങ്ങൾ കാണിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം മേടയൊക്കെയാണ്. എന്നാലും ഞങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിപ്പോ 4 മാസമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പൊ നിലവില് ഇത്ര റിസ്ക് എടുത്തിട്ട് ആ സാധനം ഡേഞ്ചറായിട്ട് ഇവിടുന്ന് പോവുകയും ഒരു അപകട ഭീതിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങള് കയറൊട്ടിച്ച് 2 കാറ് കുത്തി അതിന്റെ ഇതൊക്കെ പോയതാ. ഇപ്പൊ അതിനെ കയറ് മാറ്റാൻ വേണ്ടി പോണേ. അപകടം കയറ് പിരിഞ്ഞ് പൊട്ടി കയറായി. ഞങ്ങൾ അതിന് കൊടുക്കൂലട്ടാ. ആയിക്കോട്ടെ. അട്ട അടിക്കോ? അട്ട അടിക്കോ? കേട്ടില്ല. വക്കയാണ്. പൂന്തി പോവോ? ഇടിക്കോ? ഇത് സംഭവം എന്ന് വെച്ചാല് വശവശകായ ഒരു പോത്താണ്. ഇതുണ്ട് അവിടെ മൊത്തം ചതപ്പാണ്. അട്ട അടിക്കോ? അപ്പൊ അതിനെ കയറ് മാറ്റി കെട്ടാനുള്ള പരിപാടിയാണ്. മൊത്തം ചതപ്പാണ്. ചതപ്പിന്റെ അകത്താണ് നിൽക്കുന്നത്. വിച്ചേട്ടാ പറഞ്ഞോട്, സംഭവം എന്താന്ന് പറഞ്ഞോട്. ഇടിക്കോ?
ലോക്കായ വനിമല പഴയ കയർ അഴിച്ചു വിട്ടു. ഇവിടെ മൊത്തം പൂന്തുവാണല്ലോ. ആണോ? കഴിഞ്ഞ ഇതാ ഈ പോത്ത് ഏത് ബ്രീഡാ? ഏത് തരം ബ്രീഡാ? കാളപ്പൊണ്ണ് അത് തന്നെയാണോ? ഇത് കുഞ്ഞല്ലേ? അവന് കാര്യം പിടി കിട്ടി, പുതിയ കയറ് കിട്ടിയെന്ന്. പോത്ത് ഭ്രാന്തനാണ് അവൻ. എത്ര വയസ്സുണ്ടോ അവനക്ക്? അവന് 14-ാമത്തെ വയസ്സിൽ എത്ര പോത്തുണ്ട്? 3 പോത്താ? 4 പോത്ത്? 4 പോത്തുണ്ട്. 4 എണ്ണം. ഈ പോത്തും കൂടെ കൂട്ടി 4 പോത്തുണ്ട് അല്ലേ? മെതിയടി. ഈ കഴുത്തിന്റെ അവിടെ ഇനി മറ്റേ ഇങ്ങനെ ഇന്ന് വരൂലേ, പൊങ്ങി വരൂലേ അത്? ഓ, അത് കാളൊക്കെയാണല്ലേ? ആൾക്കാരിടിക്കും. അപ്പൊ എന്നെ എന്താ ഇപ്പൊ ഒന്നും ചെയ്യാത്ത? അതുകൊണ്ടാണ് ഓടിക്കും. അപ്പോൾ ഒരു അപകട മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? നിന്റെ പേര് പറഞ്ഞില്ല. MU. ഓക്കെ. ഓക്കെ. ഓൾറെഡി ലോക്ക് ഇട്ടിട്ടുണ്ട് അവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ രാജമാണിക്യം